ഹായ് ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് രണ്ട് നോൺ എംപ്റ്റി ഫൈനൈറ്റ് സെറ്റുകൾ തരികയാണെങ്കിൽ അവിടെ ഒരു സെറ്റിൽ നിന്നും അടുത്ത സെറ്റിലോട്ട് എത്ര റിലേഷൻസ് ഉണ്ടാക്കാൻ പറ്റും എന്നറിയാമോ? അതോടൊപ്പം ഒരു സെറ്റിൽ നിന്നും അടുത്ത സെറ്റിലോട്ട് എത്ര ഫംഗ്ഷൻസ് ഉണ്ടാക്കാൻ പറ്റും എന്നറിയാമോ? ആ ഫംഗ്ഷൻസ് തന്നെ എത്ര വൺ വൺ ഫംഗ്ഷൻസ് ഉണ്ട്, എത്ര ഓൺ ടു ഫംഗ്ഷൻസ് ഉണ്ട്, എത്ര ബൈജക്റ്റീവ് ഫംഗ്ഷൻസ് ഉണ്ട് എന്ന് അറിയാമോ? അറിയില്ലെങ്കിൽ ഈ വീഡിയോ മൊത്തമായിട്ട് കാണുക. ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു സെറ്റ് എയിൽ എം എലമെൻറ്റ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക, ഒപ്പം സെറ്റ് ബിയിൽ എൻ എലമെൻറ്റ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻ ഓഫ് എ എന്ന് പറയുന്നത് എം ആയിട്ടും എൻ ഓഫ് ബി എന്ന് പറയുന്നതിന് എൻ ആയിട്ടുമാണ് എടുക്കുക. എങ്കിൽ എയിൽ നിന്നും ബിയിലോട്ട് എത്ര റിലേഷൻസ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം സെറ്റ് എ ടു സെറ്റ് ബി എന്ന് പറയുന്നത് ഫോർമുല എന്ന് പറയുന്നത് 2m ഇൻറ്റു എൻ അഥവാ 2mn എന്നാണ് പറയുന്നത്. ഇനി അവിടെ എയിൽ നിന്നും ബിയിലോട്ട് എത്ര ഫങ്ഷൻസ് ഉണ്ട് എന്ന് നോക്കിയാൽ നമ്പർ ഓഫ് ഫങ്ഷൻസ് ഫ്രം എ ടു ബി എന്ന് പറയുന്നത് അത് എൻ ഓഫ് ബി ടു ദ പവർ എൻ ഓഫ് എ എന്നാണ് പറയുക. അഥവാ ഈ കേസിൽ എൻ ടു ദ പവർ എം എന്നാണ് നമ്പർ ഓഫ് ഫങ്ഷൻസ് ഫ്രം എ ടു ബി എന്നാണ് ഫോർമുല പറയുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ ചെയ്ത് നോക്കാം. നമ്മളിവിടെ എൻ ഓഫ് എ എന്ന് പറയുന്നത് 3 ആയിട്ടും എൻ ഓഫ് ബി എന്ന് പറയുന്നത് 4 ആയിട്ടും എടുക്കുകയാണെങ്കിൽ അവിടെ എത്ര റിലേഷൻസ് ഉണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എഴുതാം നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി അല്ലേ. നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി എന്ന് പറയുന്നത് ഫോർമുല അനുസരിച്ചാണെങ്കിൽ 2mn ആണ് അല്ലേ. എന്ന് പറഞ്ഞാൽ 2 into 4 എന്നാണ് വരിക, അഥവാ 212 എന്നാണ് വരുന്നത് അല്ലേ. 212 കണ്ടുപിടിച്ചാൽ 4096 എന്നാണ് ഈ കേസിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ തന്നെ എത്ര ഫങ്ഷൻസ് ഉണ്ട് എന്ന് നമുക്ക് ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം അല്ലേ. സോ നമ്പർ ഓഫ് ഫങ്ഷൻസ് ഫ്രം എ ടു ബി എന്ന് പറയുന്നത് അതെന്താണെന്നാ പറഞ്ഞത്, എൻ ഓഫ് ബി ടു ദ പവർ എൻ ഓഫ് എ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ ടു ദ പവർ എം എന്നാണ് പറഞ്ഞത് അല്ലേ. എന്ന് പറഞ്ഞാൽ ഈ കേസിൽ ഇവിടെ എൻ എന്ന് പറയുന്നത് 4 ആണ്, എം എന്ന് പറയുന്നത് 3 ആണ്. സോ നമുക്കിവിടെ 4:3 എന്നാണ് കിട്ടുക. സോ 4 into 4 അല്ലേ, 64 ഫങ്ഷൻസ് ആണ് നമ്മുടെ ഈ എക്സാമ്പിളിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നോക്കുക, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫോർമുല ഉപയോഗിച്ചപ്പോൾ നമുക്ക് നമ്പർ ഓഫ് റിലേഷൻസും നമ്പർ ഓഫ് ഫങ്ഷൻസും കണ്ടുപിടിക്കാനായിട്ട് പറ്റി. ഇനി നമുക്ക് അവിടെ നമ്പർ ഓഫ് വൺ ഫങ്ഷൻസിൻ്റെയും നമ്പർ ഓഫ് ഓൺ ടു ഫങ്ഷൻസിൻ്റെയും നമ്പർ ഓഫ് ബൈജക്റ്റീവ് ഫങ്ഷൻസിൻ്റെയും ഫോർമുല എങ്ങനെയാണ് എന്ന് നോക്കാം. ഇവിടെയും നമ്മൾ എൻ ഓഫ് എനെ എം എന്ന് തന്നെയും എൻ ഓഫ് ബിനെ എൻ എന്ന് തന്നെയാണ് എടുത്തിരിക്കുക. അതിനുശേഷം നമ്മൾ എയിൽ നിന്നും ബിയിലോട്ട് എത്ര വൺ ഫങ്ഷൻസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഫോർമുലയാണ് നോക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. ആക്ച്വലി ഇവിടെ എൻ എന്ന് പറയുന്നത് എമ്മിനേക്കാൾ ഗ്രേറ്ററോ അല്ലെങ്കിൽ ഈക്വലോ ആണെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് വൺ ഫങ്ഷൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ആയിരിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്പർ ഓഫ് വൺ ഫങ്ഷൻസ് എന്ന് പറയുന്നത് NPM എന്നാണ് പറയുന്നത്. നമ്മുടെ പെർമ്യൂട്ടേഷൻ ഉപയോഗിച്ചിട്ടാണ് അവിടെ കണ്ടുപിടിക്കുക. അവിടെ NPM എന്നാണ് നമ്പർ ഓഫ് വൺ ഫങ്ഷൻസ് കിട്ടുക. എങ്ങനെയാണെങ്കിൽ n ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു m ആണെങ്കിൽ. ഇനി നേരെ തിരിച്ചാണെങ്കിൽ ഇവിടുത്തെ കേസിൽ n ലെസ് ദാൻ m ആണെങ്കിൽ അല്ലെങ്കിൽ m ഗ്രേറ്റർ ദാൻ n ആണെങ്കിൽ അവിടെ നമുക്ക് വൺ ഫങ്ഷൻസ് ഉണ്ടാക്കാൻ പറ്റില്ല. അവിടെ 0 എന്നാണ് നമ്പർ ഓഫ് വൺ ഫങ്ഷൻസ് കിട്ടുക. അപ്പോൾ ഈ ഫോർമുല നമ്മൾ ഓർത്തിരിക്കുക. നമുക്ക് എക്സാമ്പിളോട്ട് വരാം. അടുത്ത ഫോർമുല നോക്കുക. നമ്മളോട് നമ്പർ ഓഫ് ഓൺ ടു ഫങ്ഷൻസ് ഫ്രം എ ടു ബിയുടെ ഫോർമുലയാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഫോർമുല ഓർത്തിരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ പോലും നമ്മൾ ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ നമ്പർ ഓഫ് ഓൺ ടു ഫങ്ഷൻസ് നോക്കുമ്പോൾ ഉള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവിടെ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ആയിരിക്കണം, അഥവാ m ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആയിരിക്കണം എന്നാണ് പറയുന്നത്. എങ്കിൽ മാത്രമാണ് അവിടെ നമ്പർ ഓഫ് ഓൺ ടു ഫങ്ഷൻസ് പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: സിഗ്മ r ഈക്വൽ ടു 1 to n മൈനസ് 1 റേസ് ടു n മൈനസ് r ഇൻറ്റു NCR r റേസ് ടു m എന്നാണ് ഇവിടെ കിട്ടുക. അപ്പോൾ ഇവിടെ ഫോർമുല ഓർത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ പോലും നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ള എക്സാമ്പിൾ വഴി നമുക്ക് നോക്കാം.
ഇനി നോക്കാം നേരെ തിരിച്ച് ഈ കേസിൽ n ഗ്രേറ്റർ ദാൻ m ആയിരുന്നെങ്കിൽ അവിടെ നമ്പർ ഓഫ് ഓൺ ടു ഫങ്ഷൻസ് എന്ന് പറയുന്നത് 0 ആണ് എന്നുമാണ് ഇപ്പോൾ പറയാം. ഇനി നമുക്കിവിടെ നമ്പർ ഓഫ് ബൈജക്റ്റീവ് ഫങ്ഷൻസ് എത്ര ഉണ്ട് എന്ന് നോക്കാം. അപ്പോൾ അവിടെ നമ്മൾ നമ്പർ ഓഫ് ബൈജക്റ്റീവ് ഫങ്ഷൻ, ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് 1 1 ഒപ്പം ഓൺ ടുമായിട്ടുള്ള ഫങ്ഷൻസ് ആണ് അല്ലേ. സോ നമ്പർ ഓഫ് ബൈജക്റ്റീവ് ഫങ്ഷൻസ് ഫ്രം എ ടു ബി എന്ന് പറയുമ്പോൾ അയാൾ എന്തായിരിക്കണം, അയാൾ 1 1 ആയിരിക്കണം, ഒപ്പം എന്തുമായിരിക്കണം, ഓൺ ടു ആയിരിക്കണം. അപ്പം അങ്ങനെ പോസിബിൾ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ എൻ ഓഫ് എയും എൻ ഓഫ് ബിയും ഈക്വൽ ആണെങ്കിൽ മാത്രമേ അത് പോസിബിൾ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എമ്മും എന്നും ഈക്വൽ ആണെങ്കിൽ മാത്രമാണ് നമുക്കവിടെ നമ്പർ ഓഫ് ബൈജക്റ്റീവ് ഫങ്ഷൻസ് ഉണ്ടാക്കാൻ പറ്റുക എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എത്രയെന്ന് ചോദിച്ചാൽ ഒന്നില്ലെങ്കിൽ എം ഫാക്ടോറിയൽ അല്ലെങ്കിൽ അത് തന്നെയാണ് എൻ ഫാക്ടോറിയൽ എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ എൻ ഫാക്ടോറിയലോ അല്ലെങ്കിൽ എം ഫാക്ടോറിയലോ, കാരണം എന്താണ്, എമ്മും എന്നും ഈക്വൽ ആണ്. അത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് ബൈജക്റ്റീവ് ഫങ്ഷൻസ് ഫ്രം എ ടു ബി ആയി എന്ന് പറയാം. അപ്പോൾ ഈ ഫോർമുലാസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ 3 ആണെന്നും എൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ 6 ആണ് എന്നും എടുത്തിരിക്കുകയാണ്. എങ്കിൽ എയിൽ നിന്നും ബിയിലോട്ട് എത്ര 1 1 ഫങ്ഷൻസ് ഉണ്ടാകും എന്നുള്ളതാണ് ആദ്യത്തെ എക്സാമ്പിളായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ എൻ ഓഫ് എ എന്ന് പറയുന്നതും എൻ ഓഫ് ബി എന്ന് പറയുന്നത് നോക്കുമ്പോൾ എൻ ഓഫ് ബി ഈസ് ഗ്രേറ്റർ ദാൻ എന്താണ്, എൻ ഓഫ് എ ആണല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ എം എന്നും ഇതിനെ എൻ എന്നുമാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു 1 1 ഫങ്ഷൻസ് ഉണ്ടാക്കണമെങ്കിൽ എൻ എന്തായിരിക്കണം, അത് എമ്മിനേക്കാളും കൂടുതലായിരിക്കണം, അഥവാ എൻ ഓഫ് ബി എന്ന് പറയുന്നത് എൻ ഓഫ് എനേക്കാളും കൂടുതലായിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഫോർമുല പറഞ്ഞ എന്താണ്, എൻ പി എം, അതാണ് നമ്പർ ഓഫ് 1 1 ഫങ്ഷൻസിൻ്റെ ഫോർമുല എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന എന്താണ് 6 പി 3 എന്നാണ് കിട്ടുക. പെർമ്യൂട്ടേഷൻ്റെ ഫോർമുല ഉപയോഗിക്കുക. സോ 6 ഫാക്ടോറിയൽ ബൈ 6 മൈനസ് 3 ഫാക്ടോറിയൽ എന്നാണ് കിട്ടുക. സോ 6 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു. 6 ഫാക്ടോറിയൽ നമുക്ക് 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ, ദെൻ ഡിനോമിനേറ്റർ 3 ഫാക്ടോറിയൽ ഉണ്ടായിരുന്നു, കട്ട് ചെയ്തു. നമുക്കവിടെ പ്രോഡക്റ്റ് കാണുമ്പോൾ 6 ഇൻറ്റു 20 അല്ലേ, നമുക്കവിടെ 120 എന്നാണ് ആൻസർ കിട്ടുക. അപ്പോൾ നോക്കുക, നമ്മളിവിടെ എൻ ഓഫ് എ എന്ന് പറയുന്നത് 3ഉം എൻ ഓഫ് ബി എന്ന് പറയുന്നത് 6ഉമാണ് എടുത്തത്. അപ്പോൾ നമുക്ക് കിട്ടിയത് നമ്പർ ഓഫ് 1 1 ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ 120 എന്നാണ്. ഇനി നേരെ തിരിച്ചായിരുന്നെങ്കിലോ, എൻ ഓഫ് എ എന്ന് പറയുന്നത് 6ഉം എൻ ഓഫ് ബി എന്ന് പറയുന്നത് 3ഉമായിട്ട് നമ്പർ ഓഫ് 1 1 ഫങ്ഷൻസ് ഫ്രം എ ടു ബി എന്ന് ചോദിച്ചാൽ അത് 0 ആണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഇവിടെ n ആണ് ഗ്രേറ്റർ വരുന്നത്, ഇവിടെ 6ഉം ഇവിടെ 3ഉമാണ് വരുന്നതെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്താണ്, 0 എന്നാണ് പറയുക. നമുക്കിനി അടുത്ത എക്സാമ്പിളിലോട്ട് നോക്കാം. ഇവിടെ ഞാൻ എൻ ഓഫ് എ എന്ന് പറഞ്ഞത് 4ഉം എൻ ഓഫ് ബി എന്ന് പറഞ്ഞത് 2 എന്നാണ് എടുത്തിരിക്കുക. നമ്പർ ഓഫ് ഓൺ ടു ഫങ്ഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ കേസിൽ നമ്മൾ ഇതാണ് നമ്മുടെ എം, ഇതാണ് നമ്മുടെ എൻ. നമ്മൾ പറഞ്ഞു ഈ കേസിൽ എം ആയിരിക്കണം ഗ്രേറ്റർ ദാൻ എൻ ആയിരിക്കേണ്ടത്, എങ്കിലാണ് അവിടെ നമുക്ക് ഓൺ ടു ഫങ്ഷൻസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ ഫോർമുല പറഞ്ഞു അല്ലേ. ഫോർമുല പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, സിഗ്മ ആർ ഈക്വൽ ടു 1 to n മൈനസ് 1 റേസ് ടു n മൈനസ് r ഇൻറ്റു എൻ സി ആർ ഇൻറ്റു ആർ റേസ് ടു എം എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഫോർമുല ഇവിടെ ഉപയോഗിക്കുമ്പോൾ ഈ കേസിൽ n എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ആണല്ലേ. ഇപ്പോൾ സാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ആർ ഈക്വൽ ടു 1 മുതൽ 2 വരെ എന്നായി. ഇവിടെ മൈനസ് 1 റേസ് ടു, ഇവിടെ നോക്കുക 2 മൈനസ് ആർ എന്നാണ് വരിക. എന്നിന് പകരം നമ്മൾ 2 എന്ന് കൊടുത്തു, ഇൻറ്റു ഇവിടെ എന്താണ് 2 സി ആർ ആണ്, ദെൻ ആർ നോക്കുക എം എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ നമ്മളിവിടെ കൊടുത്തത് എന്നിൻ്റെയും എമ്മിൻ്റെയും വാല്യൂസ് ആണ്. അതിനുശേഷം ആർ എന്ന് പറഞ്ഞത് 1 മുതൽ 2 വരെ പോകുന്നതാണ്. കാരണം എന്താ, 1 മുതൽ n വരെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ സിഗ്മയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം ആറിന് 1 കൊടുക്കണം, പ്ലസ് പിന്നെ എന്ത് ചെയ്യണം, ആറിന് നമ്മൾ 2 കൊടുക്കണം. അത്രയേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ മൈനസ് 1 റേസ് ടു 2 മൈനസ് 1, ആദ്യം ഞാൻ ആറിന് 1 കൊടുക്കുകയാണ്, ഇൻറ്റു 2 സി 1 ഇൻറ്റു 1 റേസ് ടു 4 എന്ന് പറഞ്ഞു, പ്ലസ് സിഗ്മ ആയതുകൊണ്ട് പ്ലസ് ഇട്ടു. ഇനി എന്ത് ചെയ്യണം, ആറിന് 2 കൊടുക്കണം. സോ ഇവിടെ കൊടുക്കുമ്പോൾ മൈനസ് 1 റേസ് ടു 2 മൈനസ് 2 എന്ന് പറഞ്ഞു, ഇൻറ്റു 2 സി 2 എന്നായി, ദെൻ എന്തായി 2 റേസ് ടു 4 എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1 റേസ് ടു 1, 2c1 എന്ന് പറഞ്ഞാൽ അത് 2 ആണ്, 1 റേസ് ടു 4 1 ആണ്. ഇവിടെ നമുക്ക് മൈനസ് 1 റേസ് ടു 0 എന്ന് വന്നു, 2c2 1 ആണ്, 2 റേസ് ടു 4 16 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇവിടെ മൈനസ് ആയല്ലേ. സോ മൈനസ് 1 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ ഇത് മൈനസ് 2 ആണ്. ഇവിടെ മൈനസ് 1 റേസ് ടു 0 എന്ന് പറഞ്ഞാൽ
+1 ആണ്, ഇൻറ്റു 16 ഉണ്ട്, സോ +16 എന്ന് വന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 14 എന്നാണ് നമുക്കിവിടെ നമ്പർ ഓഫ് ഓൺ ടു ഫങ്ഷൻസ് ഫ്രം എ ടു ബി കിട്ടുന്നത്. എന്താണെങ്കിലും നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ എൻ ഓഫ് എ ആയിട്ട് 5ഉം എൻ ഓഫ് ബി ആയിട്ട് 3ഉമാണ് എടുത്തിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ എം, ഇതാണ് നമ്മുടെ എൻ. എം ഈസ് ഗ്രേറ്റർ ദാൻ എൻ ആണ്. അതുകൊണ്ട് നമുക്ക് അവിടെ നമ്പർ ഓഫ് ഓൺ ടു ഫങ്ഷൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഫോർമുല ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ എന്നിനും എമ്മിനും ആദ്യം വാല്യൂസ് കൊടുക്കുക അല്ലേ. സോ സിഗ്മ ആർ ഈക്വൽ ടു 1 മുതൽ എൻ എന്ന് പറയുമ്പോൾ ഇവിടെ 3 ആണ്. അവിടെ -1 റേസ് ടു n - r എന്നുള്ള കൊടുത്ത് 3 - r എന്ന് കൊടുത്തു, ഇൻറ്റു ഇവിടെ 3cr എന്ന് വന്നു. then r raised to m എന്ന് പറയുന്നത് അവിടെ 5 ആണ് അല്ലേ. അപ്പോൾ നോക്കുക, ഇവിടെ 1 കൊടുക്കണം, പിന്നെ 2 കൊടുക്കണം, 3 വരെ കൊടുക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം, സം ചെയ്യണം അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ആദ്യം നമ്മൾ -1 റേസ് ടു 3 -1 എന്ന് വന്നു, 3c1 then 1 റേസ് ടു 5 എന്നാണ് വരിക, പ്ലസ് -1 റേസ് ടു 3 മൈനസ്, ഇനി എന്ത് ചെയ്യണം, r നമ്മൾ 2 കൊടുക്കും. സോ -2 എന്ന് പറഞ്ഞു, ഇൻറ്റു 3c2 എന്നാണ് വരിക, then 2 റേസ് ടു 5 എന്നവിടെ വന്നു, പ്ലസ് ഇനി എന്ത് ചെയ്യണം, നമ്മളവിടെ ആറിന് 3 കൊടുക്കണം അല്ലേ. സോ -1 റേസ് ടു 3 മൈനസ് 3 എന്നാണ് വരിക. ഇനി ഇൻറ്റു അവിടെ എന്ത് വേണം, 3c3 വേണം, ദെൻ വരുന്നത് 3 റേസ് ടു 5 എന്നാണ് അവിടെ വരിക. അപ്പോൾ നമുക്ക് അവിടെ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു -1ൻ്റെ സ്ക്വയർ എന്ന് വന്നു, 3c1 എന്ന് പറഞ്ഞാൽ അത് 3 ആണ്, ദെൻ 1 റേസ് ടു 5 1 തന്നെയാണ്, ദെൻ ഇവിടെ പ്ലസ് -1 റേസ് ടു 1 എന്നാണ് വരിക. 3c2 കണ്ടുപിടിച്ചാൽ 3c1 തന്നെയാണ്, അഥവാ 3 തന്നെയാണ്, ദെൻ 2 റേസ് ടു 5 എന്ന് പറഞ്ഞാൽ അത് 32 എന്നാണ് വരിക, പ്ലസ് -1 റേസ് ടു ഇവിടെ 0 എന്നാണ് വരിക, 3c3 1 ആണ്, 3 റേസ് ടു 5 അല്ലേ. 3 റേസ് ടു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 243 എന്നുമാണ് നമുക്ക് അവിടെ കിട്ടുക. ഇനി നമുക്കവിടെ സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. സോ -1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്, 1 ഇൻറ്റു 3 എന്നാണ് കിട്ടുക. ഇവിടെ -1ൻ്റെ പവർ 1 ആണ് അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് -1 തന്നെയാണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് സൈൻ വരും. 3 ഇൻറ്റു 32 എന്ന് പറഞ്ഞാൽ 96 എന്നാണ് വരിക. അപ്പോൾ -96 എന്നവിടെ എഴുതി. ഇനി എന്താണ് ഇവിടെ -1 റേസ് ടു 0 എന്ന് പറഞ്ഞാൽ അത് +1 ആണ്, ഇൻറ്റു 243 എന്ന് പറഞ്ഞാൽ അത് പ്ലസ് 243 എന്നാണ് അവിടെ കിട്ടിയിരിക്കുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കിവിടെ 246 മൈനസ് 96 അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 150 എന്നാണ് ആൻസർ കിട്ടിയിരിക്കുക. അപ്പോൾ നോക്കുക, നമ്മളിവിടെ എൻ ഓഫ് എ 5ഉം എൻ ഓഫ് ബി 3യുമായിട്ട് എടുത്തപ്പോൾ അവിടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഓൺ ടു ഫങ്ഷൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് അത് 150 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നേരെ തിരിച്ച് ഇവിടെ എൻ ഓഫ് എ എന്ന് പറയുന്നത് 3യും എൻ ഓഫ് ബി എന്ന് പറയുന്നത് 5ഉം ആയിരുന്നെങ്കിൽ എയിൽ നിന്നും ബിയിലോട്ട് എത്ര ഓൺ ടു ഫങ്ഷൻസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ അവിടെ ആൻസർ 0 എന്നാണ് നമ്മൾ പറയേണ്ടത്. എൻ ഓഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ഓഫ് ബി ആണെങ്കിൽ മാത്രമാണ് അവിടെ നമുക്ക് ഓൺ ടു ഫങ്ഷൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റുക. നേരെ തിരിച്ചാണെങ്കിൽ അവിടെ ഓൺ ടു ഫങ്ഷൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. ഇനി നമ്മൾ ഫൈനലി നമ്പർ ഓഫ് ബൈജക്റ്റീവ് ഫങ്ഷൻസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നോക്കുക, ഇവിടെ ബൈജക്റ്റീവ് ഫങ്ഷൻസ് എയിൽ നിന്നും ബിയിലോട്ട് എത്ര ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ രണ്ടിൻ്റെയും ഈക്വൽ നമ്പർ ആണെങ്കിലാണ് അവിടെ ബൈജക്റ്റീവ് ഫങ്ഷൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റുക. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ ഓഫ് എ എന്ന് പറയുന്നത് നമ്മൾ 4 ആയിട്ട് എടുത്തു, ദെൻ എൻ ഓഫ് ബിയും 4 തന്നെ എന്നെടുത്താൽ നമുക്ക് പറയാം എയിൽ നിന്നും ബിയിലോട്ട് ഉണ്ടാക്കാവുന്ന ബൈജക്റ്റീവ് ഫങ്ഷൻ അല്ലെങ്കിൽ ബൈജക്ഷൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, അത് 4ൻ്റെ ഫാക്ടോറിയൽ ആയിരിക്കണം. സോ 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 24 ആണ് എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ നോക്കുക, അവിടെ നമ്മളോട് ബൈജക്റ്റീവ് ഫങ്ഷൻസ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെയുള്ള സെറ്റുകളുടെ നമ്പർ ഓഫ് എലമെന്റ്സ് സെയിം ആയിരിക്കണം. എങ്കിൽ ആ നമ്പറിൻ്റെ ഫാക്ടോറിയൽ ആണ് നമ്പർ ഓഫ് ബൈജക്റ്റീവ് ഫങ്ഷൻസ് അഥവാ ബൈജക്ഷൻസ് എന്നാണ് പറയുക. ഇനി നേരെ തിരിച്ച് എൻ ഓഫ് എയും എൻ ഓഫ് ബിയും ഈക്വൽ അല്ലാതെ നിങ്ങളോട് എയിൽ നിന്നും ബിയിലോട്ട് എത്ര ബൈജക്റ്റീവ് ഫങ്ഷൻസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ആൻസർ 0 എന്നുമാണ് അവിടെ വരിക. അപ്പോൾ ഈ ഫോർമുലാസ് ഉപയോഗിച്ച് നമുക്ക് നമ്പർ ഓഫ് റിലേഷൻസും നമ്പർ ഓഫ് ഫങ്ഷൻസും അവിടെ ഉണ്ടാക്കുന്ന നമ്പർ ഓഫ് 1 ഫങ്ഷൻസ്, നമ്പർ ഓഫ് ഓൺ ടു ഫങ്ഷൻസ്, ഒപ്പം നമ്പർ ഓഫ് ബൈജക്റ്റീവ് ഫങ്ഷൻസും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നിങ്ങൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.